ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ. ഇത് വരാപ്പുഴ അതിരൂപതയിലെ ഫാദർ വിൻസെന്റ് വാര്യത്ത്. പരിശുദ്ധ കുർബാനയുടെ ആർദ്രമായ അനുഭവങ്ങൾ വിൻസെന്റ് വാര്യത്തച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. പിന്നിട്ട വഴികളിലേക്ക് വെറുതെ ഒന്ന് നടക്കുകയാണ്. കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് പള്ളിയിലേക്കുള്ള വഴി. അന്ന് കുർബാന മുടങ്ങുക എന്നുള്ളത് വല്ലാത്തൊരു പൊള്ളൽ തരുന്ന സംഗതിയാണ്. കുർബാന അത്രയ്ക്കേറെ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തും എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം പകർന്ന് തന്നിരുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ ഓർക്കുന്നു, എൻ്റെ വീട് പള്ളിയിൽ നിന്നും കുറച്ച് അകലെയാണ്. പള്ളിയിലേക്ക് നടക്കുന്നത് ശരിക്കും ഒരു പ്രദക്ഷിണ പോലെയായിരുന്നു. കാരണം അത്രയ്ക്കേറെ ആഗ്രഹമുണ്ട്, അത്രയ്ക്കേറെ സന്തോഷമുണ്ട്. ഇനി വഴിയുടെ ഓരത്ത് നിന്നും ഓരോരുത്തരായി ആ കൂട്ടത്തിൽ ചേരും. ശരിക്കും ഒരു തീർത്ഥാടനം പോലെയൊക്കെ തോന്നിപ്പോകും. കൂട്ടുകാർ, ചില അമ്മമാർ, ചേച്ചിമാർ. അവസാനം പള്ളിയിലെത്തുമ്പോൾ വലിയൊരു കൂട്ടം ഉണ്ടാവും. ഇനി അന്നത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഏതൊക്കെയോ വിശുദ്ധരുടെ ജീവിത മാതൃകയായിട്ട് എടുത്തതുകൊണ്ട് പള്ളി വാതിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ എത്തിച്ചേരണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. ഇനി വാവ യേശുനാഥ എന്ന പാട്ടൊക്കെ പാടുമ്പോൾ എന്തൊരു സന്തോഷമാണ്. കണ്ണ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് അങ്ങനെ അലിഞ്ഞു നിൽക്കുന്ന ഒരനുഭവം. അക്കാലത്ത് ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം ഞാൻ അല്പം സങ്കടത്തോടെ ചിന്തിക്കും. ഇന്ന് അങ്ങനെയുള്ള ഒരുക്കങ്ങൾ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ അപ്രത്യക്ഷമാകുന്നത് പോലെ. ഇത് വ്രത തീക്ഷ്ണതയോടുകൂടി ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടി ഹൃദയം ഒരുക്കി ഒരു കൂട്ടം കുട്ടികൾ അങ്ങനെ തയ്യാറായി വരികയാണ്. അതൊരു അങ്ങേറ്റ സന്തോഷം നൽകുന്ന അനുഭവമായിരുന്നു. ഞാൻ ഓർക്കുന്നു, മഞ്ഞമ്മൽ കർമ്മലീത്ത വൈദികരിൽ ഒരാളാണ് ഞങ്ങൾക്ക് ധ്യാനപ്രസംഗം ആ ദിവസങ്ങളിൽ തന്നത്. അദ്ദേഹം പറഞ്ഞു തന്ന കഥകൾ എത്ര വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഫുൾട്ടൻ ഷീൻ്റെ ലിറ്റിൽ ലീ എന്നൊരു കഥാപാത്രമുണ്ട്. അതായത് ബോക്സർ വിപ്ലവം ചൈനയിൽ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുതിയ ചൈനയെ സ്വപ്നം കണ്ടുകൊണ്ട് പള്ളി വേണ്ട, പട്ടക്കാർ വേണ്ട എന്ന് പറയുന്ന ആളുകൾ പള്ളികളൊക്കെ തകർത്തു. അപ്പോൾ ലിറ്റിൽ ലീ 10 വയസ്സുകാരിയാണ്. അവൾ കന്യാസ്ത്രീകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ഈശോ തിരുവോസ്തിയിലുണ്ട്, ഈശോയെ സ്നേഹിക്കുന്നവർ തിരുവോസ്തി ഉൾക്കൊള്ളണം. അപ്പോൾ ഏതോ ഭടൻ വന്നിട്ട് പള്ളിയിൽ നിന്നും തിരുവോസ്തി നിലത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. 31 തിരുവോസ്തികൾ. അവൾ കന്യാസ്ത്രീകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഒരു ദിവസം ഒരു പ്രാവശ്യമാണ് ഈശോ ഉൾക്കൊള്ളേണ്ടത്. അവിടെ അനാഥമാക്കപ്പെട്ട പള്ളിയിൽ അവൾ ആപത്കരമായ ധൈര്യത്തോടുകൂടി പ്രവേശിച്ച് ഓരോ ദിവസവും ഓരോ തിരുവോസ്തി ഉൾക്കൊണ്ടു. കന്യാസ്ത്രീകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പ്രാർത്ഥിച്ച് 1 മണിക്കൂർ ആരാധന നടത്തിയിട്ട് വേണം ഈശോയെ സ്വീകരിക്കാൻ. പാവം കുഞ്ഞ് അതങ്ങനെ തന്നെ സ്വീകരിച്ചു. ഇത്രയ്ക്ക് ആപത്കരമായൊരു ഘട്ടത്തിൽ 1 മണിക്കൂർ ആരാധന നടത്തി നിലത്ത് കിടക്കുന്ന ഒരു തിരുവോസ്തി എടുത്ത് ഹൃദയപൂർവ്വം സ്വീകരിച്ച് പിന്നെ അടുത്ത ദിവസം വന്ന് 30 ദിവസവും വന്നു. 31-ാമത്തെ ദിവസം ഏതൊരു ഭടൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു, കുഞ്ഞിനെ വെടിവെച്ച് നിലത്ത് വീഴ്ത്തി. അപ്പോൾ കുഞ്ഞിന് ആ സമയത്ത് തിരുവോസ്തി എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇഴഞ്ഞ് കുഞ്ഞ് ആ തിരുവോസ്തി സ്വീകരിച്ചു. ഈ കഥയൊക്കെ കേട്ടിരിക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കുവാനുള്ള ഹൃദയത്തിൻ്റെ ആഗ്രഹം അത് 10 ഇരട്ടിയായി മാറുകയാണ്. പിന്നീട് എൻ്റെ പെങ്ങളോടൊപ്പമാണ് പള്ളിയിലേക്ക് എന്നും പോവുക. ഞാൻ പറഞ്ഞല്ലോ, കൂടെ ഒരുപാട് പേരുണ്ടാവും. പെങ്ങൾ എന്നേക്കാൾ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ആളാണ്. ശരിക്കും ആളുകൾ മാലാഖ എന്നൊക്കെ വിളിക്കുന്ന വിധത്തിൽ ചിറകുകളില്ലെങ്കിലും ചിറക് വിരുത്തി പറക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു പെങ്ങൾ. ഞങ്ങൾ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങുന്നു. പെങ്ങൾക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ തയ്പ്പിച്ചു കഴിഞ്ഞു. ഒരു തവണ കുർബാനയിലെ ധ്യാനപ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ പെങ്ങൾക്ക് പെട്ടെന്ന് നടക്കാൻ വയ്യാത്തൊരവസ്ഥ. എന്തോ കാലിൽ കൊണ്ടുവന്ന് പെങ്ങൾ പറയുന്നു. കുനിഞ്ഞിരിക്കുന്നു. അത്
ഒരു പുതിയ ജീവിതത്തിന് തുടക്കമായിരുന്നു. കാരണം പോളിയോ പെങ്ങളെ അറ്റാക്ക് ചെയ്തായിരുന്നു. പിന്നീട് പെട്ടെന്ന് ശിരസിന് കീഴ്പോട്ട് സകല ഭാഗവും തളർന്നു. ആളുകൾ പറഞ്ഞു, അയ്യോ മിടുമിടുക്കിയായിരുന്നു, അവളുടെ ജീവിതം തീർന്നു. പക്ഷേ പെങ്ങളുടെ ജീവിതം തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അക്ഷരാർത്ഥത്തിൽ വികലമാക്കപ്പെട്ട ശരീരം അതിനെങ്ങനെ വിപുലാലയമാക്കി മാറ്റാമെന്ന് പെങ്ങൾ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു തന്നു. ഞാൻ കുർബാന സ്വീകരിച്ചു. പെങ്ങളന്ന് കരഞ്ഞു. വെളുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മാലാഖയെ പോലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ലല്ലോ, കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ലല്ലോ, ഈശോയെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലല്ലോ. പെങ്ങൾ കരഞ്ഞു. ആ കരച്ചിൽ പക്ഷെ പിന്നീട് തുടർന്നില്ല. കാരണം കുർബാന തീരുമ്പോൾ കുർബാന ആരംഭിക്കുന്നു എന്നൊരു തത്വം അത് ഇളം പ്രായത്തിൽ പെങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പള്ളിക്കകലെ വീട്ടിനകത്ത് കട്ടിൽ ഒരു അൾത്താര പോലെയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പെങ്ങൾ പഠിച്ചെടുത്തു. അവിടെ കിടന്നുകൊണ്ട് ഈശോയെ ഹൃദയത്തിൽ വഹിച്ച് പെങ്ങളിങ്ങനെ നീണ്ടു നിൽക്കുന്നൊരു പുഞ്ചിരി പോലെ കിടന്നു. ചെറുപ്പത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ചിത്രമായിരുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ വഴിയോരത്തുള്ളൊരു കപ്പേളയിൽ ആരെങ്കിലുമൊക്കെ തിരികെത്തിച്ചിട്ടുണ്ടാവും. രാത്രിയിൽ പേടി മാറ്റിയിരുന്നത് കപ്പേളയിൽ വെട്ടം കണ്ടിട്ടാണ്. ഇപ്പോൾ ഉടഞ്ഞ കപ്പേള പോലെ പെങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോൾ പെങ്ങളുടെ ഉള്ളിലുള്ള നാളം അതാരും കെടുത്തിയിട്ടില്ല, അത് കെടില്ല. ആ നാളം നോക്കി ഞാൻ പേടിയകറ്റി. പതുക്കെ ഈ പള്ളിയിലേക്കുള്ള വഴിയിൽ വെച്ച് പൗരോഹിത്യത്തിൻ്റെ വിളി എനിക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഞാൻ സെമിനാരി ചേരുന്നു. അപ്പോഴും ഏറ്റവും വലിയ പ്രചോദനം പെങ്ങൾ തന്നെയാണ്. ഈശോ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ പെങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കും. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഭക്തിയില്ലാതെ, ശ്രദ്ധയില്ലാതെ, ശുദ്ധിയില്ലാതെ ഒരിക്കലും പങ്കെടുക്കരുത് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി വെച്ചതുപോലെ അത് ഞാനല്ല, സത്യത്തിൽ പെങ്ങളാണ് എഴുതി വെച്ചത്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അച്ഛനായി. വീണ്ടും പഠനത്തിന് വേണ്ടി ഫിലിപ്പീൻസിലേക്ക് എന്നെ അയക്കുന്നു. എൻ്റെ പഠനം PhD പഠനം പൂർത്തിയാകുന്ന സമയത്ത് ഒരു ഞായറാഴ്ച, ഒരു ജനുവരി മാസം, ഞാൻ പതിവ് തെറ്റിയൊരു കുർബാന ചൊല്ലുകയാണ്. തൊട്ടടുത്ത ഒരു പള്ളിയിൽ അച്ഛൻ മറ്റു പള്ളികളിൽ പതിവില്ലാത്ത 5:30 മണിക്കുള്ള ഒരു കുർബാനയിലും രാവിലെ. അത് അദ്ദേഹത്തിൻ്റെ പതിവാണ്. ആ ഒരു ദിവസം അദ്ദേഹത്തിന് പനി വന്നു. അതുകൊണ്ട് കുർബാന ചെല്ലുവാൻ പറ്റിയില്ല. അവസാന സമയം എന്നെ വിളിച്ചു. ഞാൻ കുർബാന അർപ്പിക്കണം. ആദ്യമായിട്ടും അവസാനമായിട്ടും ആ സമയത്തെ കുർബാന. തിരുവോസ്തി എടുത്ത് ഉയർത്തുന്ന നേരത്ത് പെട്ടെന്ന് പെങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയില്ല കണ്ണ് നിറയുന്നു. എന്തുകൊണ്ടെന്നറിയില്ല പ്രാർത്ഥന കൂടുതൽ തീവ്രമായി മാറുന്നു. കുർബാന കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ റിസപ്ഷനിസ്റ്റ് പറയുന്നു, വീട്ടിൽ നിന്നും പല പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പോൾ തന്നെ അടുത്ത കോള് വന്നു, പെങ്ങൾ മരിച്ചു. 27 വർഷക്കാലമായി പോളിയോ വന്ന് കിടന്ന ഒരാൾ ക്യാൻസറായി ആശുപത്രിയിലായി, മെനിഞ്ചൈറ്റിസ് വന്ന് മരിച്ചു. ആശുപത്രിയിലാണെന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ തലേദിവസം പെങ്ങളുടെ ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രാസം ഒപ്പിച്ചെഴുതിയിരിക്കുന്നു, സുഖമില്ലാതിരിക്കുമ്പോഴും സുഖമെന്ന് കരുതുന്നത് ഒരു സുഖമാണ്. അങ്ങനെയൊക്കെ ലെറ്റർ എഴുതിയിരുന്ന ഒരാൾ പെട്ടെന്ന് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ അന്നൊരു ഞായറാഴ്ചയാണ്. പതിവുള്ള കുർബാനകളുണ്ട്, അതോടൊപ്പം കല്യാണ കുർബാനയുണ്ട്, അവരോടൊപ്പം റിസപ്ഷനിൽ പങ്കെടുക്കണം, ക്ലാസ്സുകൾ എടുക്കണം. ഞാൻ താമസിക്കുന്നത് ഫിലിപ്പീൻസിലാണ്. ഫിലിപ്പീനുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതം മൊത്തത്തിൽ സെലിബ്രേഷനാണ്. പാടണം, ആടണം, ചിരിക്കണം. അപ്പോൾ എൻ്റെ പെങ്ങൾ നാട്ടിൽ മരിച്ചു കിടക്കുകയാണ് എന്ന് പറയാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ അവരോടൊപ്പം പാടുന്നു, ആടുന്നു, തമാശകൾ പറയുന്നു. ഇടയ്ക്ക് ചേട്ടൻ വിളിച്ച് പറയുന്നു, പെങ്ങളെ അന്ന് സ്വപ്നം കണ്ടതുപോലെ മാലാഖമാരുടെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. ഫ്യൂണറലിന് വേണ്ടി അച്ഛന്മാരൊക്കെ വന്നു കഴിഞ്ഞു. ഫ്യൂണറൽ കുർബാന ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിവിടെ തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ച് ഇതെല്ലാം അച്ഛന്മാരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. ഇതെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ ഫ്യൂണറൽ കുർബാന കഴിഞ്ഞു, ശവമടക്കം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് നോക്കിയിരിക്കണം. അപ്പോഴാണെന്ന് സ്വസ്ഥമായി ഒന്ന് കരയാൻ പോലും പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് അതിശയോക്തികളൊന്നുമില്ല. എല്ലാ അച്ഛന്മാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഞാനിങ്ങനെ കരയാൻ പോലും പറ്റുന്നില്ല സത്യത്തിൽ.
കരയണമെന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് നോക്കി ആകാശത്തിങ്ങനെ വെൺമേഘങ്ങൾ പതുക്കെ പതുക്കെ ചലിക്കുന്നു. പണ്ട് പെങ്ങളൊരു ചോദ്യം ചോദിക്കും, ഈ വെൺമേഘങ്ങൾ ആരാണ്? ഉത്തരം പെങ്ങളിന് ഒരു മാലാഖമാരാണ്. മരിക്കുന്നവർ മരിച്ചു കഴിഞ്ഞ് മാലാഖമാരായി മാറും. നമ്മൾ ഈശോയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമുക്ക് മുമ്പേ ചരിക്കും. ഞാൻ പെട്ടെന്ന് പെങ്ങളെ ഓർത്തു. അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. മഴപ്പെയ്ത്ത് ആരംഭിക്കുന്നത് പോലെ കണ്ണീർ പെയ്ത്ത് ഇങ്ങനെ താഴേക്ക് താഴേക്ക് താഴേക്ക്. പിന്നെ അമ്പരപ്പിക്കുന്നൊരു കാഴ്ച കൂടി ഞാൻ കണ്ടു. മുറിയിലേക്ക് ഒരുതരം വെട്ടം വന്ന് നിറയുന്നു. ഞാൻ ഇപ്പോഴും പറയുകയാണ്, അതിശയോക്തിയുടെ ഭാഷ കടമെടുത്ത് ഏതോ കാൽപ്പനിക സൗന്ദര്യവും കൂട്ടിച്ചേർത്ത് നുണ പറയല്ല ഞാൻ. എന്തൊക്കെ ഒരു വെട്ടം മുറിയിൽ വന്ന് നിറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി, എത്തേണ്ടിടത്ത് പെങ്ങളെത്തിച്ചേർന്നു. ഈശോയെ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന ഒരാൾ ഈശോയുടെ വീട്ടിൽ എത്തിച്ചേർന്നു. ആ മനോഹര തീരത്ത് എത്തിച്ചേർന്നു എന്ന സൂചനയാണ് എൻ്റെ മുറിയിൽ നിറയുന്ന വെട്ടം. പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. അപ്പോൾ 2 കാര്യങ്ങൾ കൂടി സംഭവിച്ചു. ഞാനൊരു പാട്ട് എഴുതാൻ തുടങ്ങി. അതിൻ്റെ ഈണവും അതിൻ്റെ വരികളുമൊക്കെ എൻ്റേതല്ലെന്ന് ഞാൻ പറയും. ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാഖ അരികിൽ വന്നു. ആ പാട്ട് അങ്ങനെയാണ് രൂപപ്പെടുക. പിന്നീട് പിറ്റേ ദിവസം ഞാൻ പ്രയർ ഡേ ആയിട്ട് സ്വയം പ്രഖ്യാപിച്ചു. കാരണം മാസത്തിലൊരിക്കലെങ്കിലും ഒരു പ്രാർത്ഥനാ ദിവസമായി പള്ളിയിൽ ചെലവഴിക്കാറുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ശീലമാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. പള്ളിയിലിരുന്ന് മറ്റൊരു പാട്ട് ഞാൻ എഴുതി. ദിവ്യകാരുണ്യമേ ആത്മാവിൻ ഭോജനമേ എന്ന് തുടങ്ങുന്നൊരു പാട്ട്. ആ പാട്ടും കർത്താവിൻ്റെ അടുത്തിരുന്ന് മറ്റൊരാൾ എഴുതി തരുന്നത് പോലെ ഈണമിടുന്നത് പോലെ അങ്ങനൊരു അനുഭവം. ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാഖ അരികിൽ വന്നു ചിറകു തന്നു ഹൃദയമായി പാൽബലമേകി. ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാഖ. മംഗലാപുരം സെമിനാരിയിലെ ജെസ്യൂട്ട്സ് ആയിരുന്നു എൻ്റെ പരിശീലകൻ. കർത്താവിൻ്റെ കണ്ണ് പലരിലും ഞാൻ കണ്ടിരുന്നു. കരകവിയുന്ന കണ്ണുകൾ. ഈ ജെസ്യൂട്ട് അച്ഛന്മാർ കുർബാന അർപ്പിക്കുന്നത് കാണുമ്പോൾ കർത്താവ് സത്യമായിട്ടുണ്ട് എന്ന ബോധ്യം ഞങ്ങൾ വിദ്യാർത്ഥികളിൽ നിറഞ്ഞു വന്നു. അന്ന് മിനിസ്ട്രിക്ക് പോയിരുന്നത് ബേക്കൽ കോട്ടയ്ക്ക് തൊട്ടരികിലുള്ള പള്ളിക്കരയിലെ ഒരു കുഞ്ഞ് പള്ളിയിലാണ്. മത്സ്യബന്ധനക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണത്. അവിടുത്തെ അച്ഛൻ ഒരു സാന്താക്ലോസിൻ്റെ രൂപമൊക്കെയുള്ള നീണ്ടു വളർന്ന താടി രോമങ്ങളുള്ള അച്ഛൻ. ചെരുപ്പൊന്നും ധരിക്കില്ല. എല്ലാവർക്കും പ്രിയങ്കരൻ. ഞാൻ ശനിയാഴ്ച അവിടെ ചെല്ലും, ഞായറാഴ്ച കുർബാനയിൽ പങ്കുചേരും, വൈകുന്നേരം തിരികെ പോരും. ഒരു ശനിയാഴ്ച അവിടെ ചെന്നപ്പോൾ പള്ളിയിൽ നിറയെ ആളുകൾ. തെറിവാക്ക്, പൊളിവാക്ക്, മറുവാക്ക്, ഒച്ചവെക്കൽ. ഈ ഒച്ചകൾക്കിടയിൽ ഒരൊച്ചയുമില്ലാതെ അച്ഛനിങ്ങനെ കുനിഞ്ഞിരിക്കുന്നു. ഒരു മറുപടിയും പറയുന്നില്ല. തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ഒച്ചവെക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആളുകൾ ഒഴിഞ്ഞുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാനില്ല മുറിയിൽ. അച്ഛൻ്റെ മുറിയിൽ വെട്ടമില്ല, പള്ളിയിൽ വെട്ടമുണ്ട്. വെട്ടം തേടി പള്ളിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരു ഡീക്കൻ കാണാവുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ച. ദിവ്യകാരുണ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആൾത്താരെ കെട്ടിപ്പിടിച്ച് ഈ മനുഷ്യൻ കിടക്കുന്നു. വിതുമ്പി കരയുന്നുണ്ട്. ഞാൻ പള്ളിയുടെ ഒരു മൂലയ്ക്ക് അങ്ങനെ ഇരുന്നു. ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ഡീക്കൻ. കുറച്ച് കഴിഞ്ഞ് അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു ഡീക്കിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഉപദേശം. അച്ഛൻ പറഞ്ഞു, മോനെ, ആരിൽ നിന്നൊക്കെ അകന്നു പോയാലും കർത്താവിൽ നിന്ന് ഒരിക്കലും അകലരുത്. എന്തിൽ നിന്നൊക്കെ അകന്നു പോയാലും അൾത്താരയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത്. ഒരച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം ബലിയിടമായിരിക്കണം. ഒരച്ഛൻ കെട്ടിപ്പുണരേണ്ടത് അൾത്താരയാണ്, ക്രൂശിതനെയാണ്, മറ്റൊന്നിനെയുമല്ല. ഈ ഉപദേശം ജീവിതത്തിലുടനീളം എന്നെ നയിച്ച വഴിവെട്ടം പോലെയായി മാറിയിട്ടുണ്ട്. പിന്നെ അച്ഛനാകാനുള്ള അവസാന വട്ടം ഒരുങ്ങുമ്പോൾ കൺഫ്യൂഷൻ. എൻ്റെ റെക്ടറായ ഇറ്റാലിയൻ അച്ഛൻ പറയുന്നു, നിനക്കെപ്പോഴും കൺഫ്യൂഷനാണ്.
ഞാൻ പറഞ്ഞു എനിക്കൊന്നുകൂടി ഒന്ന് ധ്യാനിക്കണം. അദ്ദേഹം എനിക്ക് വേണ്ടി മാത്രം സ്നേഹത്തോടു കൂടി ഒരു ധ്യാനം അറേഞ്ച് ചെയ്യുന്നു കൽക്കട്ടയിൽ. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ആരാണ് ധ്യാനിപ്പിക്കുന്നത്? മദർ തെരേസ. നീ മദർ തെരേസയുടെ ഹൗസിൽ 2 ആഴ്ചക്കാലം താമസിക്കുന്നു. അതിനുശേഷം നീ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നു. മദർ തെരേസയുടെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ പൊക്കമില്ലായ്മ പൊക്കമാക്കി മാറ്റിയ ചെറിയ വലിയ വനിത മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പൊക്കമൊക്കെ കുറഞ്ഞു പോകും. പെട്ടെന്ന് ആൾത്താര ഒരുങ്ങുന്നത് പോലെ, മെഴുകുതിരികൾ കത്തുന്നത് പോലെ, ഹല്ലേലൂയ ഗീതം മുഴങ്ങുന്നത് പോലെ, കുർബാനയ്ക്ക് സമയമായതുപോലെ. അങ്ങനെയാണ് മദർ തെരേസ നൽകുന്ന ഒരു അനുഭവം. ഇനി മദർ തെരേസയോടൊപ്പം കുർബാന അർപ്പിക്കുമ്പോൾ ആ പ്രദേശം മൊത്തത്തിൽ വെട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. ഇതെൻ്റെ മാത്രം അനുഭവമല്ല. മാൽക്കം മഗ്രിഡ്ജ് എന്ന നിരീശ്വരവാദി BBC-യുടെ പ്രത്യേക താല്പര്യപ്രകാരം ഡോക്യുമെൻ്ററി എടുക്കാൻ അവിടെ ചെന്നു. മദർ തെരേസ കുർബാന അർപ്പിക്കുന്ന ആ ഭാഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ വെട്ടമൊട്ടുമില്ല. ചെറിയ ചാപ്പലാണ്. ഞാൻ ആ ചാപ്പൽ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ മദർ തെരേസ പുറത്തുനിന്ന് ലൈറ്റ് എടുക്കാൻ തയ്യാറായില്ല. കാരണം ഇത് ഡ്രാമയല്ല, പുറത്തുനിന്ന് ലൈറ്റൊന്നും വേണ്ട എന്ന് പറയുന്നു. മദർ തെരേസ ലൈറ്റൊന്നും ഇല്ലാതെ തന്നെ കുർബാന ആ രംഗം ചിത്രീകരിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ പിന്നീട് ഫിലിം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള ഷോട്ടുകൾ ആ ചാപ്പലിലെ ഷോട്ടുകളായിരുന്നു. മാൽക്കം മഗ്രിഡ്ജ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗാഡ് എന്ന പുസ്തകത്തിൽ എഴുതി, ദർ ഈസ് സംതിങ് സോ ഡിവൈൻ അബൌട്ട് ദീസ് നൺസ്, സംതിങ് സോ റേഡിയൻറ്റ്. എന്തൊക്കെയോ ഉണ്ട്. മദർ തെരേസയുടെ ചുറ്റിലും ഒരു പ്രകാശമുണ്ട്. ഇനി മാൽക്കം മഗ്രിഡ്ജ് എന്ന നിരീശ്വരവാദി ഈ അമ്മ കുർബാന അർപ്പിക്കുന്നത് പോലെ കുർബാന അർപ്പിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി പിന്നീട് കത്തോലിക്ക മതവിശ്വാസിയായി മാറി. അദ്ദേഹം ഡെക്കൺ ക്രോണിക്കിളിൽ ഇങ്ങനെയൊരു ആർട്ടിക്കിൾ എഴുതി, എനിക്ക് വേണ്ടി അനേക കാലമായി ഒരുക്കപ്പെട്ടിരുന്ന ഏതോ വിരുന്ന് മേശയിലേക്ക് ഞാൻ വന്നതുപോലെ, എനിക്ക് വേണ്ടി അനേക കാലങ്ങളായി മുഴങ്ങിയിരുന്ന മണിനാദത്തിന് ഞാൻ കാതോർത്തതുപോലെ, എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടൊരു ഹൃദയത്തിലേക്ക് ഞാൻ ആദ്യമായി വന്നതുപോലെ. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ നല്ല കുർബാന അർപ്പിക്കുന്നവർ മറ്റുള്ളവർക്ക് നൽകുന്നുണ്ട്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഞങ്ങൾ ബലിയർപ്പകർ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ കർത്താവിൻ്റെ ഒരു ഇത്തിരി കരുതലും കാരുണ്യവും പുരോഹിതനുണ്ടെങ്കിൽ കർത്താവ് തന്നെ വീഴുന്ന നേരത്ത് പോലും കരുതലോടെ കാത്തുകൊള്ളും. ഒരു കൊച്ചച്ഛൻ വലിയ തീക്ഷ്ണതയുള്ള മനുഷ്യനാണ്. നല്ല മനസ്സുണ്ട്, നന്മയുണ്ട്. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എല്ലാവരും തെറ്റിദ്ധരിക്കുന്നൊരവസ്ഥ. ആ സമയത്ത് ഇളങ്കാറ്റാണ് കൊടുങ്കാറ്റിനേക്കാൾ നമ്മെ തകർത്ത് കളയുക. ഇളങ്കാറ്റ് പോലെ ഏതൊരു പെൺകുട്ടിയും കടന്നു വരുന്നു. മൊത്തത്തിൽ പ്രശ്നമാണ്. അദ്ദേഹം പൗരോഹിത്യം വിട്ടുപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ അടക്കി ഒതുക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡയറി താഴേക്ക് വീണു. അദ്ദേഹം സെമിനാരിൽ ചേർന്ന ആദ്യത്തെ വർഷത്തിലെ ആദ്യ റിട്രീറ്റ് അനുഭവങ്ങൾ കുത്തി നിറച്ച ഡയറിയാണ്. അതിൽ റിട്രീറ്റ് കഴിഞ്ഞ് അദ്ദേഹം എഴുതിയിരിക്കുന്നു, ജീസസ്, ഐ വിൽ നെവർ എവർ ഗീവ് യു അപ്പ്. ഒരിക്കലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. അങ്ങനെ ഒരു പേജ് മുഴുവൻ എഴുതിയിട്ടുണ്ട്, ഐ വിൽ നെവർ എവർ ഗീവ് യു അപ്പ് ജീസസ്. അദ്ദേഹം ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. പിന്നെ അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കാൻ തുടങ്ങി. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം ചോദിക്കുന്നു, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? പിന്നെ വെളിപാട് പുസ്തകത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. നിനക്ക് പണ്ടുണ്ടായിരുന്ന സ്നേഹിപ്പും ഇല്ല. ആദ്യത്തെ അവസ്ഥയിൽ നിന്ന് നീ എങ്ങനെയാണ് വീണത്? ഏതവസ്ഥയിൽ നിന്നാണ് നീ അധപ്പതിച്ചത്?
ആ അവസ്ഥയിലേക്ക് നീ തിരികെ പോവുക, അല്ലെങ്കിൽ നിൻ്റെ ദീപപീഠം ഞാൻ എടുത്തു കളയും. അദ്ദേഹം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൈകൾ വിരിച്ച് പാട്ടുപാടാൻ തുടങ്ങി. എൻ പ്രേമഗീതമാം എൻ ഈശോനാഥ നീ എൻ ജീവനേക്കാൾ, അങ്ങനെ അങ്ങനെ പാടി അദ്ദേഹം വീണ്ടും കർത്താവിൻ്റെ വഴിയിലേക്ക് വന്നു. ഇന്ന് കർത്താവിനെ ഹൃദയത്തിൽ പേറി നടക്കുന്ന ഉജ്ജ്വല വൈദികനായി അദ്ദേഹം മാറിയിട്ടുണ്ട്. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ, നിത്യമാം ജീവന്റെ മാർഗമാകാൻ, എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. ഒരു ആഫ്രിക്കൻ യുവ വൈദിക സുഹൃത്ത് എനിക്കുണ്ട്. അയാളുടെ ഫസ്റ്റ് മാസ് എക്സ്പീരിയൻസ് എന്നെ വല്ലാതെ പ്രചോദിപ്പിക്കുകയും ഒപ്പം വെല്ലുവിളിക്കുകയും ചെയ്തു. ആഫ്രിക്കയിലെ ഏതോ ഒരു ദരിദ്ര പ്രവിശ്യയിലെ ഒരു കൂര പോലത്തെ പള്ളിയിൽ അദ്ദേഹം ഫസ്റ്റ് മാസ് അർപ്പിക്കുകയാണ്. പട്ടം കിട്ടിയിട്ട് ഒരൊറ്റ ദിവസം മാത്രം. നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് മാസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ആഘോഷമാണ്. ഇത് കുടുംബാംഗങ്ങൾ മാത്രമേ ഉള്ളൂ, കുർബാനയെല്ലാം ഈ അച്ഛൻ മാത്രമേ ഉള്ളൂ. കുർബാന ചൊല്ലി ഹല്ലേലിയ ഗീതം മുഴങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് കപ്പ്യാരൻ നോട്ട് കൊണ്ടുവന്ന് കൊടുത്തു. തൊട്ടടുത്ത പള്ളിയിൽ ബോക്കോ ഹറാം എന്ന തീവ്രവാദി സംഘടനക്കാർ എത്തിയിട്ടുണ്ട്. പള്ളിയിൽ എല്ലാവരെയും കൊന്നു കഴിഞ്ഞു. ഇനി അവർ ഇങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് പാഞ്ഞെടുത്ത് വരുന്നുണ്ട്. എന്ത് ചെയ്യണം? വാട്ട് ടു ഡു? കൊച്ചച്ഛനല്ലേ, കഴിഞ്ഞ ദിവസമാണ് പട്ടം കിട്ടിയത്, ആദ്യ കുർബാന അർപ്പിക്കുകയാണ്. വല്ലാത്ത പരിഭ്രമിച്ച് അദ്ദേഹം കോൺഗ്രിഗേഷനോട് ചോദിക്കുന്നു, വാട്ട് ടു ഡു? അദ്ദേഹത്തിൻ്റെ അമ്മ തൊട്ടു മുന്നിലിരിക്കുന്നുണ്ട്. അവർ ചാടി എഴുന്നേറ്റു. യു ആർ ആസ്കിങ് അസ് വാട്ട് ടു ഡു, വാട്ട് ഈസ് ടു ബി ഡൺ? ഞങ്ങളോടാണ് ചോദിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്താണ് ചെയ്യേണ്ടത്? വി വിൽ കണ്ടിന്യൂ വിത്ത് ദ മാസ്. നമ്മൾ കുർബാന തുടരും. വെദർ വി ഡൈ, വെദർ വി ലിവ്, വി ആർ ഫോർ ക്രൈസ്റ്റ്. നമ്മൾ മരിച്ചാലും ജീവിച്ചാലും കർത്താവിന് വേണ്ടിയാണ്. സോ വി വിൽ ജസ്റ്റ് കണ്ടിന്യൂ വിത്ത് ദ മാസ്. അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതത്തിലെ ആദ്യ കുർബാന ഒരുപക്ഷെ അന്ത്യ കുർബാനയായി മാറും, ഒരുപക്ഷെ ഏക കുർബാന. പക്ഷേ ആ കുർബാനയ്ക്കിടയിൽ ഞാൻ വീണ്ടും പിറന്നു നല്ലൊരച്ഛനായിട്ട്. ഹല്ലേലൂയ ഗീതം അന്ന് പാടുമ്പോൾ ശരിക്കും സ്വർഗീയ രൂപി എൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞ് കവിഞ്ഞു വരുന്നത് പോലുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക്. ഇപ്പോഴും ആ ഫസ്റ്റ് മാസിൻ്റെ അന്ന് ക്രിസ്തുവിൻ്റെ പുരോഹിതനായി പിറന്നതിൻ്റെ ആനന്ദത്തിലാണ് ഞാൻ ജീവിക്കുക എന്ന് അദ്ദേഹം പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ചില ചോദ്യങ്ങളൊക്കെ വരും. കുർബാനയ്ക്കിടയിൽ ഇതുപോലെ തീവ്രവാദി സംഘടനക്കാരെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ ഈശോയെ പ്രതി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഉറക്കെ പറയാൻ പറ്റുമോ? 1926-29 കാലഘട്ടത്തിൽ മെക്സിക്കോയിൽ വലിയ കലാപങ്ങൾ നടന്നു. ക്രിസ്ത്യാനോ എന്ന പേരിൽ ഗവൺമെൻറ്റിനെതിരെ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് ചേരേണ്ടി വന്നു. കാരണം ജെയിംസ് കവിയർ എന്ന പ്രസിഡൻറ്റ് പള്ളികളൊക്കെ തകർത്തു, രൂപങ്ങളൊക്കെ തച്ചുടച്ചു, അച്ഛന്മാരെ നാട് കടത്തി. ഉടുപ്പിടുന്നത് പോലും വലിയ തെറ്റായി കണ്ടു. ഉടുപ്പിട്ട് ഒരച്ഛനെ കണ്ടാൽ 500 രൂപ പിഴ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ 2 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ, കത്തോലിക്കരാണ്, അവരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി മരിക്കുക. ഹോസെ സാഞ്ചസ് റേയസ് എന്ന 14 വയസ്സുകാരൻ ഓൾട്ടർ ബോയെ അടുത്ത കാലത്താണ് മാർപ്പാപ്പ വിശുദ്ധനായി നാമകരണം ചെയ്ത്. അദ്ദേഹത്തിൻ്റെ ഗുരു വികാരിയച്ഛൻ, ഈ വികാരിയച്ഛൻ പള്ളിയിൽ ഉടുപ്പൊക്കെ ധരിച്ച് കുർബാന അർപ്പിക്കാൻ തുടങ്ങിയാണ് ഒറ്റയ്ക്ക്. ഈ ഹോസെ സാഞ്ചസ് എന്ന ഓൾട്ടർ ബോയ് ഓടി വന്നിട്ട് പറയുന്നു, അച്ഛാ സോൾജേഴ്സ് വരുന്നുണ്ട്, ഓടി ഒളിക്കുക, എങ്ങോട്ടെങ്കിലും പോയി ഒളിക്കുക. അതേ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒളിക്കാനോ? കർത്താവിൻ്റെ പുരോഹിതനെ എവിടെയാണ് ഒളിക്കേണ്ടത്? അൾത്താരയിലല്ലാതെ വേറെ എവിടെ ഒളിക്കേണ്ടത്? വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഹോസേ, ഹു ആം ഐ ഇഫ് ഐ ഡോണ്ട് സ്റ്റാൻഡ് ഫോർ
വട്ട് ഐ ബിലീവ് ഇൻ. ഞാൻ വിശ്വസിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ആരാടോ മോനെ? അദ്ദേഹം അവിടെ തന്നെ നിന്നും ആ അൾത്താരയിൽ അദ്ദേഹം വെടിയേറ്റ് വീണു. ആ വെടിയേറ്റ് വീഴുന്ന സമയത്തും അദ്ദേഹം ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വിവാ ക്രിസ്തുരേയസ്, ക്രിസ്തുരാജൻ ജയിക്കട്ടെ. നമ്മൾ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കാറുണ്ട്. ഇതിൻ്റെ തുടക്കം ഈ മെക്സിക്കോയിൽ നിന്നാണ് എന്ന് ഓർത്തെടുക്കുക. ഈ പയ്യൻ 14 വയസ്സുകാരനും ഗുരുവിൻ്റെ പാത പിന്തുടർന്ന് വിവാ ക്രിസ്തുരേയസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മരണം ഏറ്റുവാങ്ങി. എൻ്റെ പ്രിയപ്പെട്ട, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. അൾത്താരയെ ചില നേരങ്ങളിൽ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നില്ലേ? അത്രയ്ക്ക് നിസ്സാരമായിട്ട് കാണണമോ? മക്കബായരുടെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു കുറിപ്പുണ്ട്. അതായത്, ചിത്രത്തളികയേറ് മത്സരത്തിന് സമയമായപ്പോൾ പുരോഹിതർ അവരുടെ ശ്രദ്ധ പൂർണ്ണമായും വിട്ട് മത്സരക്കളരിയിലേക്ക് കുതിച്ചു പാഞ്ഞു. പിന്നീട് വിലാപങ്ങളുടെ പുസ്തകത്തിലും മലാക്കിയുടെ പുസ്തകത്തിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അൾത്താരെ ഇത്ര നിസ്സാരമായി കാണുന്നത് ശരിയാണോ? അൾത്താരെ ഇത്ര നിസ്സാരമായി കാണുന്നതിൻ്റെ അനന്തരഫലങ്ങൾ പിന്നീട് അനുഭവിക്കുമെന്ന് മക്കബായരുടെ പുസ്തകത്തിലും പറയുന്നുണ്ട്. നമ്മൾ ചില നേരങ്ങളിൽ അൾത്താര എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. വാൻ ട്വാൻ എന്ന കൊറിയൻ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ അനുവാദമില്ലാത്ത സമയത്ത് ഒരു തുള്ളി വീഞ്ഞ് എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് ബലിയർപ്പിച്ച സമയമുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന തീക്ഷ്ണത പിന്നീട് പീഡനം കഴിഞ്ഞപ്പോൾ ഉണ്ടായില്ല. അദ്ദേഹം വിലപിക്കുകയാണ്. നമ്മൾ ചില നേരങ്ങളിൽ ആൾക്കാരെ എത്ര മോശമായിട്ടാണ് കാണുക. നമ്മൾ ക്രൈസ്തവർ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കർത്താവ് ഉണ്ടെന്നൊരു ചിന്ത പോലും നമുക്കില്ല. ചിരികളി, തമാശകൾ, ഫാഷൻ ഷോയോട് ഉപമിക്കാവുന്ന വിധത്തിലുള്ള പലതരത്തിലുള്ള വർണ്ണപ്പകിട്ടുകളുടെ പ്രകടനങ്ങൾ, പിന്നെ എന്തൊക്കെ കലഹങ്ങൾ, പരസ്പരം പോരടിക്കലുകൾ. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് വീണ്ടും വീണ്ടും പിടഞ്ഞ് കരയുമ്പോൾ നമുക്ക് മാത്രം ഒരു ബോധ്യവുമില്ല. ആൾക്കാരെ ഇത്രയ്ക്ക് നിസ്സാരമായി കാണണമോ? ഇതൊരു ചോദ്യമാണ്. മനിലയിൽ എൻ്റെ PhD പഠനത്തോടനുബന്ധിച്ച് താമസിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആശുപത്രിയിലാണ് താമസിക്കുക. ഹാഫ് ഫിലിപ്പീനോ ആയ ഹാഫ് സ്പാനിഷായ ഒരു വല്യമ്മ, 92 വയസ്സൊക്കെ കഴിഞ്ഞു. എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയ്ക്ക് വരും. കുർബാനയിലെ അവരുടെ പങ്കാളിത്തം നമ്മളെയൊക്കെ മറ്റൊരു ലോകത്തിലേക്ക് ക്ഷണിക്കും. സ്വർഗത്തിൻ്റെ കയ്യൊപ്പുള്ള ദൈവത്തിൻ്റെ ഒരു ക്ഷണക്കത്ത് പോലെയാണ് അവർ. അങ്ങനെയുള്ള ആ സ്ത്രീ അവരുടെ മുറിയിൽ ബെഡോട് ചേർത്ത് ഒരു കസേര ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കസേരയിൽ ആരെയും ഇരുത്തില്ല. അവർ പറയുന്നത് കർത്താവിന് വേണ്ടിയാണ് ആ കസേര. കാരണം എനിക്കെപ്പോഴും ആൾക്കാരിൽ വന്നിരുന്ന് ദിവ്യകാരുണ്യ നാഥനെ ആരാധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കൊരു പെർമിഷൻ തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ അടുത്ത് ഇടക്കിടക്ക് വന്നിരിക്കും. എല്ലാവരും ചിരിക്കും. പക്ഷെ അവർ ഇടക്കിടക്ക് പറയുന്നുണ്ട്, എൻ്റെ ഈശോ അവിടെ ഉണ്ട്. ഇടക്കിടക്ക് അവർ പൂവൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ്. ഈശോ അവിടെ ഉണ്ട്. അവരോട് ഉറച്ച ബോധ്യമാണ്. പിന്നീട് അവർ മരിക്കുമ്പോഴും ആ കസേരയിലേക്ക് മെല്ലെ ഒന്ന് തല ചായ്ച്ച് ഒരു കുഞ്ഞിനെ പോലെ അവർ ഉറങ്ങുന്നത് നമ്മൾ കാണുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, മാതാവിൻ്റെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി എന്ന മട്ടിൽ ക്രിസ്തുവിൻ്റെ കണ്ണിലേക്ക് നോക്കി ഒരാൾ കിടക്കുകയാണ്. നല്ല മരണം എന്നൊക്കെയാണ് ഇങ്ങനെയുള്ള മരണങ്ങളെ നമ്മൾ വിളിക്കേണ്ടത്. എനിക്ക് അച്ഛനെന്ന നിലയിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാൻ സാധിക്കണം. ഒരുപക്ഷെ അത് അത്യാഗ്രഹമായിരിക്കാം. ബലി പോലെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. നീണ്ടു നിൽക്കുന്ന വചനപ്രഘോഷണമാകാൻ പറ്റിയിട്ടില്ല. ഇനി കുർബാന തീർന്നപ്പോൾ ജീവിതം കൊണ്ട് കുർബാന അർപ്പിക്കാൻ അതിന് സാധിച്ചിട്ടില്ല. എന്നാലും മനസ്സിലെവിടേക്കോ ഒരു കൊതി. കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൾത്താരയോട് തല ചായ്ച്ച് മടങ്ങാൻ സാധിക്കണം, ഉറങ്ങാൻ സാധിക്കണം, മരിക്കാൻ സാധിക്കണം. ഇതൊരു ആശയാണ്, ഇതൊരു ആശംസയാണ്, ഇതൊരു പ്രാർത്ഥനയുമാണ്. ദൈവം എന്നെ സഹായിക്കട്ടെ. ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാഖ അരികിൽ വന്നു ചിറകു തന്നു
ഹൃദയവായ്പാൽ ബലമേകി ചിറകൊടിഞ്ഞ